ദിവസങ്ങളിൽ നടക്കും. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. സിനിമാ കോൺക്ലേവിലെ വിവാദ പരാമർശങ്ങളിൽ പ്രതികരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. സിനിമ എടുക്കണമെങ്കിൽ ആഗ്രഹം മാത്രം പോരാ, അത് പഠിക്കണം. സർക്കാർ പണം നൽകുന്ന സിനിമ സാമൂഹ്യ പ്രസക്തിയുള്ളതും സാങ്കേതികമായ മികവും വേണം. അതിനാണ് പരിശീലനം നൽകണമെന്ന് താൻ പറഞ്ഞത്. അതിന് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് അവരുടെ വിവരമില്ലായ്മ കൊണ്ടാണെന്നും അടൂർ വ്യക്തമാക്കി. സിനിമാ കോൺക്ലേവിലെ വിവാദ പരാമർശങ്ങളിൽ പ്രതികരിച്ചിരിക്കുകയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. സിനിമ എടുക്കണമെങ്കിൽ ആഗ്രഹം മാത്രം പോരാ, അത് പഠിക്കണം. സർക്കാർ പണം നൽകുന്ന സിനിമ സാമൂഹ്യ പ്രസക്തിയുള്ളതും സാങ്കേതികമായ മികവും ഉള്ളതുമാവണം. അതിനാണ് പരിശീലനം നൽകണമെന്ന് താൻ പറഞ്ഞത്. അതിന് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് അവരുടെ വിവരമില്ലായ്മ കൊണ്ടാണെന്നും അടൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. സിനിമാ കോൺക്ലേവിലെ വിവാദ പരാമർശങ്ങളിലാണ് ഇപ്പോൾ പ്രതികരണവുമായി അടൂർ ഗോപാലകൃഷ്ണൻ എത്തിയിരിക്കുന്നത്. താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. സിനിമ എടുക്കണമെങ്കിൽ ആഗ്രഹം മാത്രം പോരാ, അത് പഠിക്കണം. സർക്കാർ പണം നൽകുന്ന സിനിമ സാമൂഹ്യ പ്രസക്തിയുള്ളതും സാങ്കേതികമായ മികവുമുള്ളതാകണം. അതിനാണ് പരിശീലനം നൽകണമെന്ന് താൻ പറഞ്ഞത്. അതിന് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് അവരുടെ വിവരമില്ലായ്മ കൊണ്ടാണെന്നും അടൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞാൻ ഒരിടത്തും ദളിതരെയും സ്ത്രീകളെയും മോശമായി പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ട്രെയിനിങ് നൽകണമെന്നാണ് താൻ പറഞ്ഞത്. താൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രെയിനിങ്ങും ഇല്ലാത്തവർക്കാണ് പണം നൽകുന്നത്. നല്ല ധാരണയായിട്ട് വേണം സിനിമ എടുക്കാൻ. ഒരു സിനിമ എടുത്ത് അബദ്ധമായി പോകരുന്നടക്കമുള്ള കാര്യങ്ങളാണ് താൻ ഉദ്ദേശിച്ചത് എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. സിനിമ എടുക്കണമെങ്കിൽ ആഗ്രഹം മാത്രം പോരാതെ പഠിക്കണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാർ പണം നൽകുന്ന സിനിമ സാമൂഹ്യ പ്രസക്തിയുള്ളതും സാങ്കേതികമായ മികവും വേണം. അതിനാണ് പരിശീലനം നൽകണമെന്ന് താൻ പറഞ്ഞത്. അതിന് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് അവരുടെ വിവരമില്ലായ്മ കൊണ്ടാണെന്നുമാണ് അടൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സിനിമാ കോൺക്ലേവ് വേദിയിലെ വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പരാതി. സാമൂഹിക പ്രവർത്തകൻ ദിനുവേൽ നൽകിയ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. അടൂരിന്റെ പരാമർശങ്ങൾ SC/ST ആക്ട് പ്രകാരം കുറ്റകരമാണെന്നാണ് പരാതി. വിവരങ്ങളുമായി D ബിനോയ് ചെയ്യുന്നുണ്ട്. ബിനോയ്, SC/ST കമ്മീഷനും ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ഈ ഒരു സമയം അടൂർ ഗോപാലകൃഷ്ണന്റെ വിശദീകരണം അടക്കം വരുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ വിവരങ്ങൾ. ഇന്ന് രാവിലെയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇമെയിൽ വഴി ദിനുവേൽ പരാതി നൽകിയിരിക്കുന്നത്. SC/ST ആക്ട് അനുസരിച്ച്, അതായത് പൊതുവേദിയിൽ വെറുപ്പുളവാക്കുന്ന തരത്തിലെ സംഭാഷണം, ഒപ്പം അവഹേളിക്കൽ തുടങ്ങിയ 2 വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ കഴിയുമെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ഇമെയിൽ പരാതിയാണ് ദിനുവേൽ ഇന്ന് മ്യൂസിയം പോലീസിനും ഒപ്പം SC/ST കമ്മീഷനും നൽകിയിരിക്കുന്നത്. കാരണം അദ്ദേഹം ഇന്നലെ സിനിമാ കോൺക്ലേവിൻ്റെ പൊതുവേദിയിൽ വലിയ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയെന്നും ദിനുവേൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ SC/ST വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും തുക അനുവദിക്കുക, അതായത് സിനിമാ നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഫണ്ട് അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തരത്തിലുള്ള ഒരു പഠന ക്ലാസ് തന്നെ അവർക്ക് സംഘടിപ്പിക്കണം, പരിശീലനം നൽകണം എന്നായിരുന്നു അദ്ദേഹം സിനിമാ കോൺക്ലേവിൽ പറഞ്ഞത്. അപ്പോൾ തന്നെ ആ വേദിയിൽ വെച്ച് വലിയ തരത്തിലുള്ള വിയോജിപ്പ് വന്നിരുന്നു. ഒരു വിഭാഗം ആളുകൾ എതിർസ്വരം ഉയർത്തിയിരുന്നു. അവർ
എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്കിൽ തന്നെയും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത്. പ്രത്യേകിച്ചും സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പൈസ സാധാരണങ്ങളുടെ നികുതി പണമാണ്. അത് കൃത്യമായി വിനിയോഗിക്കണം. അല്ലാത്ത പക്ഷം അത് മറ്റൊരു തരത്തിൽ പാഴായി പോകാൻ പാടില്ല എന്നൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പറഞ്ഞതെന്നാണ് ഇപ്പോഴും അടൂർ ഗോപാലകൃഷ്ണൻ ഉറച്ചു നിൽക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം പറയാനുള്ളത് തൻ്റെ വിവാദങ്ങൾ, തൻ്റെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ തൻ്റെ വാക്കുകൾ വിവാദമാക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് താൻ ആ പദപ്രയോഗം നടത്തിയത്. അല്ലാതെ ഒരു വിഭാഗത്തെയോ അല്ലെങ്കിൽ സ്ത്രീകളെ മാത്രം ഉന്നയിച്ചുകൊണ്ടല്ല അത് പറഞ്ഞത്. കാരണം നല്ല സിനിമ ഉണ്ടാകണമെങ്കിൽ അതിന് കൃത്യമായ ഒരു പഠനം ആവശ്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പരിശീലനം ആവശ്യമാണ്. അത്തരം പരിശീലനങ്ങൾ നൽകണം എന്നൊരു ഉദ്ദേശശുദ്ധി മാത്രമായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത്. സർക്കാരിൻ്റെ പണം വലിയ തരത്തിൽ അനാവശ്യമായി ചെലവിടാൻ പാടില്ല. ഇതിൻ്റെ ഗതിയിൽ സർക്കാർ പണം ഉപയോഗിച്ച് സൂപ്പർ സ്റ്റാറുകൾ വെച്ചല്ല സിനിമ എടുക്കേണ്ടത്. നല്ല സിനിമകൾക്ക് വേണ്ടിയാണ്, അല്ലാതെ കൊമേഴ്സ്യൽ സിനിമകൾക്ക് വേണ്ടിയല്ല പണം ചിലവിടേണ്ടത് എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസം പൊതുവേദിയിൽ വലിയ തരത്തിൽ പ്രതിഷേധമുയർത്തിയ പാട്ടുകാരിയായ പുഷ്പവതിക്കെതിരെയും അദ്ദേഹം വിവാദസ്വരത്തിൽ സംസാരിച്ചു. കാരണം സിനിമാ കോൺക്ലേവിൽ പങ്കെടുക്കേണ്ടവരെ അല്ല ഇന്നലെ കണ്ടത്, മറ്റ് വേദികളിൽ പങ്കെടുക്കേണ്ടവർ സിനിമാ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്തരം പരാമർശങ്ങൾ കൂടി നടത്തിയിരിക്കുന്നു. അതേസമയം അദ്ദേഹം എന്താണോ കഴിഞ്ഞ ദിവസം സിനിമാ കോൺക്ലേവ് വേദിയിൽ പറഞ്ഞത് ആ പരാമർശത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇപ്പോഴും അദ്ദേഹം വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ വിവാദങ്ങൾക്ക് ശക്തിപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ന് അദ്ദേഹം പറഞ്ഞത് ആദ്യഘട്ടത്തിലൊക്കെ സിനിമ അല്ലെങ്കിൽ കേരളത്തിലെ ഫിലിം ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സമയത്ത് ചാലക്കമ്പോളത്തിൽ നിന്ന ആളുകൾ ഇത് സിനിമ കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു. വലിയ തള്ളും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. താൻ ഇടപെട്ടാണ് ഡെലിഗേറ്റ് സമ്പ്രദായം സിനിമയിലേക്ക് കൊണ്ടുവന്നത്. ഇത് ചാല കേന്ദ്രീകരിച്ചുള്ള തൊഴിലാളികളെയും വലിയ തരത്തിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അവരും പ്രതിഷേധിക്കാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ബഹുവിധത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് അടൂരിനെതിരെ നീങ്ങുമ്പോഴും അദ്ദേഹം പറയുന്നത് കേസെടുക്കുന്നെങ്കിൽ കേസെടുക്കട്ടെ, അല്ലെങ്കിൽ തന്നെ തൂക്കിക്കൊല്ലുന്നെങ്കിൽ തൂക്കിക്കൊല്ലട്ടെ, അതിലും പ്രശ്നമില്ല, താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും അടൂർ ഗോപാലകൃഷ്ണൻ സ്വീകരിച്ചിരിക്കുന്നത്. ശരി, ഡി ബിനോയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വിവാദ പരാമർശത്തിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെ